ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് മാഗി വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാഗി ഫേലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മാഗി ഫേൽ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പീസ് അളവിൽ മാഗി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ മാഗി, ഒരു പാക്കറ്റിൻ്റെ ചെറിയ മാഗി ഉണ്ടല്ലോ, ആ ഒരു മാഗി പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ചെറിയ കുട്ടി പീസാക്കിയിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ നൂഡിൽസ് എല്ലാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇനി തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈങ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഫ്രൈങ് പാൻ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കടായി ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ നൂഡിൽസും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ നൂഡിൽസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ, അതായത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ല രീതിയിലൊന്ന് വറുത്ത് കൊടുക്കാം. ഒരുപാട് കരിഞ്ഞങ്ങനെ പോകരുത്. ഒരു ഗോൾഡൻ കളറിൽ നിന്ന് ഒരല്പം കൂടി ഒന്ന് കളർ വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ മാഗി നൂഡിൽസ് അല്ലാതെ സാധാരണ നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, ആ നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു സ്നാക്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് എന്തെങ്കിലും വിശക്കുന്ന ആ ഒരു സമയത്തൊക്കെ പെട്ടെന്നൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മുടെ നൂഡിൽസിൻ്റെ കളറൊക്കെ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ നിന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. നന്നായിട്ട് വറുത്തെടുക്കണം. അതായത് ഇതിങ്ങനെ തന്നെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അത് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ആ ഒരു രീതിക്ക് വേണം നമ്മളതൊന്ന് വറുത്തെടുക്കാനായിട്ട്. എല്ലാ സൈഡും നല്ലതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വീണ്ടും ഒരുപാട് സമയത്ത് വറുക്കണ്ട, എങ്കിൽ പിന്നെ കളറൊക്കെ മാറി നല്ലൊരു കരിഞ്ഞു പോവും. അതിൻ്റെ പേരിൽ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മാഗി നൂഡിൽസും കൂടി ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരളവിലാണ് നമ്മുടെ ഈ ഒരു പാക്കറ്റ് മാഗി നൂഡിൽസ് ഉണ്ടാവുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒരു മീഡിയം സൈസ് സവാളയിൽ ഒരു 1.5 സവാള ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാളയും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്കൊന്ന് ചേർക്കാനായിട്ട്. സവാളയുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ചെറിയ തക്കാളിയിൽ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ മതിയാവും, ധാരാളം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. ഈ ഒരളവിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തക്കാളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ സോസ് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അതിനുശേഷം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് വന്നിട്ട് പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ
പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് മാഗി മസാലയും കൂടി. അപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയ മാഗി മസാല ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ പാക്കറ്റിൻ്റെ കൂടെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതുപോലെ ഈ ഒരു അളവിൽ ഏകദേശം 1 ടീസ്പൂണോളം മാഗി മസാലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടിയാണ്. അപ്പോൾ ഈ നാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു പുളിപ്പുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരല്പം മാത്രം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വീണ്ടും കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പകുതി അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വറുത്ത കപ്പലണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ പച്ചക്കപ്പലണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം എടുക്കാം. അപ്പോൾ കപ്പലണ്ടി ചേർക്കുന്നതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. കൂടുതൽ ചേർക്കും തോറും കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ കുറച്ച് വറുത്ത കപ്പലണ്ടിയും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ ഒരല്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പിലിപ്പോൾ നമ്മുടെ മസാലയിലൊക്കെ ഇച്ചിരി ഉപ്പുള്ളതാണ്. അപ്പോൾ ആ ഉപ്പ് നോക്കിയതിന് ശേഷം ഒരു കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ഈ മാഗി നൂഡിൽസിൽ പിടിച്ചിട്ട് കിട്ടുന്നത് പോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് മാഗിയൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കാതെ ഇരുന്നാൽ അത് വെന്ത് വേകുമോ അങ്ങനെയൊക്കെ ഉള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പുളിയും ഉപ്പും എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് തന്നെ ഉണ്ട്. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ടൊന്ന് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡായിട്ട് നല്ലൊരു ചൂട് കട്ടനോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചായയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാഗി നൂഡിൽസ് കൊണ്ട് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.